ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് കാണുമ്പോൾ വളരെ തരം താഴ്ന്ന നമ്പറുകളുമായി ബി ഇറങ്ങുന്നത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥിരം കാഴ്ചയാണ്. പണം എറിഞ്ഞ് പലയിടങ്ങളിലും സീറ്റ് നേടി വിജയിച്ച പദ്ധതി കേരളത്തിലും ഇറക്കാൻ ശ്രമിച്ച ബി പക്ഷേ അടിതെറ്റി. പാലക്കാട് നഗരസഭയിലെ 50-ാം വാർഡിൽ അത്തരമൊരു വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ രമേശിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ ബി നേതാക്കൾ ശ്രമിച്ചുവെന്ന പരാതിയാണ് പ്രശ്നത്തിന് തുടക്കമിട്ടത്. പണം വാഗ്ദാനം ചെയ്ത് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് രമേശിന്റെ ആരോപണം. രമേശിന്റെ പരാതിയിൽ ഇപ്പോൾ ആ നേതാക്കൾക്കെതിരെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. സംഭവം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ബി മുൻ കൗൺസിലറും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായ സുനിൽ മോഹൻ രമേശിന്റെ വീട്ടിലെത്തി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാം, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറയൂ എന്ന തരത്തിൽ സംസാരിച്ചതായി രമേശിന്റെ കുടുംബം പറഞ്ഞു. ഉടൻ തന്നെ രമേശിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളും പോലീസും സ്ഥലത്തെത്തുകയും ചെയ്തു. പാലക്കാട് MP ശ്രീകണ്ഠനും MLA രാഹുൽ മാങ്കൂട്ടും സ്ഥലത്തെത്തി സംഭവത്തെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ചു. ബി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതാണെന്ന് ശ്രീകണ്ഠൻ MP ആരോപിച്ചു. കോർപ്പറേഷൻ നഷ്ടമാകുമെന്ന ഭയമാണ് ബി CPM-നെ പോലെ കോൺഗ്രസിനെയും ഒതുക്കാമെന്ന് കരുതിയതാണ് ഇവരുടെ തെറ്റെന്നാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചത്. സംഭവത്തെക്കുറിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. തുടർന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു. നഗരസഭാംഗം കെ ജയലക്ഷ്മി, മുൻ കൗൺസിലർ സുനിൽ മോഹൻ എന്നിവരടക്കം 4 ബി നേതാക്കളാണ് കേസിൽ പ്രതികളായത്. പോലീസ് രമേശിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇതിനിടെ 50-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ മത്സരം UDF NDA തമ്മിലായാണ് മാറിയത്. പാലക്കാട് നഗരസഭയിൽ ആകെ 181 പേരാണ് തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത്. 82 പേർ പത്രിക പിൻവലിക്കുകയും 2 പേരുടെ പത്രിക തള്ളപ്പെടുകയും ചെയ്തു. പല വാർഡുകളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിലാണ് ബി.ജെ.പിക്ക് സാമാന്യം നല്ല വേരോട്ടമുള്ള പാലക്കാട് അടക്കമുള്ള വടക്കൻ ജില്ലകളിലാണ് സ്ഥാനാർത്ഥി ക്ഷാമം. പാലക്കാട്ടെ 11 ഗ്രാമപഞ്ചായത്തുകളിലെ 41 വാർഡുകളിൽ ബി.ജെ.പിയുടെ പൊടി പോലുമില്ല. ഈ സമയത്ത് ഇങ്ങനെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതോടെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനിടയിൽ ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഉറപ്പാണ്.